ഹായ്. ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ബിസിനസ്സിലെ 4th മൊഡ്യൂളായ ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ് ആക്ട് ഓഫ് ഇന്ത്യ IDRA 1952 ആക്ടിൻ്റെ എക്സംഷൻസും അതിൻ്റെ പ്രൊവിഷൻസിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് IDRA എന്താണെന്നൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 1952 മെയ് 8 സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് IDRA 1952. ഈ ആക്റ്റിൽ വരുന്ന എക്സംഷൻസും പ്രൊവിഷൻസുമാണ് ഇന്ന് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 4.24 എക്സംഷൻസ് ഫ്രം ദ ആക്ട് IDRA. The Act empowers the central government to grant exemption from this Act in certain cases. Section 29B of the Act provides that if the central government is of opinion that it would not be in public interest to apply all or any provision of this Act to any industrial undertaking, then the central government by notification in the official gazette may exempt any industrial undertaking or class of industrial undertaking from the operation of all or any of the provision of the act. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ IDRA എന്ന ആക്ട് സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കിയത് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ മോശമായി ബാധിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്റ്റിൽ എന്തെങ്കിലും ഇളവ് അനുവദിക്കുമ്പോൾ അത് പബ്ലിക് ഇൻട്രസ്റ്റിനെ മോശമായി ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് IDRA എന്ന ആക്റ്റിലെ എന്തെങ്കിലും പ്രൊവിഷനിൽ ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ട് ഇളവുകൾ അനുവദിക്കാവുന്നതാണ്. ആ ഇളവുകൾ എന്താണെന്നാണ് അടുത്ത പാരയിൽ പറയുന്നത്. For grant exemption, the central government will take into consideration the small of the number of workers employed or the amount invested in any industrial undertaking or to the desirability of encouraging small undertakings generally or to the stage of development of any scheduled industry. അതായത് ഈ ആക്റ്റിൽ അനുവദിച്ചിരിക്കുന്ന എക്സംഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് വർക്കേഴ്സിൻ്റെ എണ്ണത്തിലുള്ള കുറവ് വരുത്താം, അതൊരു എക്സംഷനാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ എക്സംഷൻ ലഭിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ സ്മോൾ അണ്ടർടേക്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എക്സംഷൻസ് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് പറയുന്നത് ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെൻറ്റിലും ഈ ആക്ട് എക്സംഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾക്കാണ് IDRA ആക്ട് എക്സംഷൻസ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് ഇവിടെ ഈ പാരയിൽ പറഞ്ഞത്. അടുത്ത ദിസ് സെക്ഷൻ ഫർദർ പ്രൊവൈഡ്സ് ദാറ്റ് എനി നോട്ടിഫിക്കേഷൻ ആസ് അഫോർസെഡ് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് and on such cancellation no industrial undertaking which was earlier exempted shall carry on the business of the undertaking after the expiry of such period as may be specified in the notification cancelling the exemption by the central government under the provision of section 29B. The central government has been issuing notification from time to time granting exemption. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൽ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന എക്സംഷൻസ് നേടിയതിന് ശേഷം ബിസിനസ് ആക്ടിവിറ്റീസ് എങ്ങാനും നിർത്തി വച്ചാൽ ഈ ഗവൺമെൻറ് ഇപ്പം ഈ സ്ഥാപനത്തിന് അനുവദിച്ചിരിക്കുന്ന എക്സംഷൻ എന്ത് ചെയ്യും? റദ്ദാക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് സെക്ഷനിൽ എന്ത് ഇളവാണ് നൽകിയിരിക്കുന്നതെന്നാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പറയുന്നതെന്ന് വെച്ചാൽ notification issued in 1973 granted exemption from the operation of section 10, 11 HA and 13 to small scale unit, ancillaries and other undertaking with an investment of 3 crores each.
ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 10, 11 HA ആൻഡ് 13 ഈ സെക്ഷനിലെ ആക്ടിവിറ്റീസിൽ നിന്നും സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്, പിന്നെ അതിനോടനുബന്ധമായ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഇളവുകൾ അനുവദിച്ചുകൊണ്ട് 1973 ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. അതിൽ പറയുന്നത് എന്താണ്, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 3 crore ആയിരുന്നു, ഇപ്പോൾ അതെന്തോന്നായി മാറി 5 crore ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് എന്താണെന്ന് നോക്കാം. ഡി ലൈസൻസിങ് ഓഫ് സർട്ടൻ ഇൻഡസ്ട്രീസ്, അതായത് ചില ഇൻഡസ്ട്രീസിൻ്റെ ഡി ലൈസൻസിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇളവുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത സി, എക്സസ് കപ്പാസിറ്റി ഓവർ ലൈസൻസ് കപ്പാസിറ്റി അലോഡ് ഇൻ സർട്ടൻ ഇൻഡസ്ട്രീസ്, അതായത് ചില ഇൻഡസ്ട്രികൾക്ക് അവർ ലൈസൻസ് എടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, പിന്നെ എന്ത് ചെയ്യാം, ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് ലൈസൻസ് ഉള്ള ആക്ടിവിറ്റീസും ചെയ്യാം, ലൈസൻസ് ഇല്ലാത്ത ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് എക്സസ് കപ്പാസിറ്റി അത് പറഞ്ഞു. ഇനി അടുത്ത് എക്സംഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് പെർട്ടൈനിങ് ടു ദ മാനുഫാക്ചർ ഓഫ് ആൻ ആർട്ടിക്കിൾ ഓൺ ദ ബേസിസ് ഓഫ് ടെക്നോളജി ഡെവലപ്ഡ് ബൈ CSIR, അതായത് ഇവിടെ പറയുന്നത് CSIR ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജിയുടെ അടിസ്ഥാനപ്പെടുത്തി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ആർട്ടിക്കിൾ മാനുഫാക്ചർ ചെയ്താൽ അതിൽ എക്സംഷൻ അനുവദിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനടുത്ത് എഫ്, ലിസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് വെയർ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വിത്തൗട്ട് ലിമിറ്റ് ഈസ് പെർമിറ്റഡ്, അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നതിന് പെർമിറ്റ് ചെയ്തിട്ടില്ലാത്ത ഇൻഡസ്ട്രീസും അവർക്കും എക്സംഷൻസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് എക്സംഷൻസ് ഗ്രാൻഡഡ് ഓൺ എക്സ്പോർട്ട്സ്, അതായത് എക്സ്പോർട്ടിലും ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത എക്സംഷൻ ടു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം ദ ഓപ്പറേഷൻ ഓഫ് സെക്ഷൻ 10, 11, 11A ആൻഡ് 13 ഓഫ് ദ ആക്ട് സബ്ജക്റ്റ് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ് ഡേറ്റഡ് ജൂലൈ 2009, അതായത് IDR ആക്ടിലെ 10, 11, 11A ആൻഡ് 13 എന്നീ സെക്ഷനിൽ വരുന്ന ഓപ്പറേഷൻസ് അനുസരിച്ച് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതിന് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് ഗവൺമെൻറ് എക്സംഷൻ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാമാണ് ഗവൺമെൻറ് എക്സംഷൻ ഫ്രം ദ ആക്ടിൽ വരുന്ന എക്സംഷൻസ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് IDRA ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് IDRAയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ആക്ട് ഹാസ് 31 സെക്ഷൻ, ഓൾ ഓഫ് ദം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ബ്രോഡ് ടോട്ടലി 31 സെക്ഷൻസ് ഉണ്ട്. അത് പിന്നെ 3 തിരിച്ചിട്ടുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർപ്പസ് കീ ദേ സിക്ക് ടു സെർവ്, അത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. മെയിനായിട്ട് പ്രിവെൻറ്റീവ് പ്രൊവിഷൻ ഉണ്ട്, പിന്നെ ക്യൂറേറ്റീവ് പ്രൊവിഷൻസ് ഉണ്ട്, പിന്നെ ഏതാണുള്ള ക്രിയേറ്റീവ് പ്രൊവിഷൻസ്. ഇത് 3 പ്രൊവിഷൻസാണ് മെയിനായിട്ട് 3 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുള്ള. അപ്പം പ്രിവെൻറ്റീവ് പ്രൊവിഷനിൽ വരുന്നത് എന്താണെന്നൊക്കെ നോക്കാം. രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിവൊക്കേഷൻ ഓഫ് ലൈസൻസ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അണ്ടർടേക്കിംഗ്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 10 പ്രൊവൈഡ്സ് ദാറ്റ് ദ ഓണർ ഓഫ് എവറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അതർ ദാൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഷോൾ get his undertaking registered within a specified period. The industrial undertaking of which the central government is the owner on registration, the owner shall be issued a certificate of registration containing the production capacity of the industrial undertaking and other particulars. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് അല്ലാതെയുള്ള മറ്റെല്ലാ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൻ്റെയും ഓണേഴ്സിന് അവരുടെ അണ്ടർടേക്കിങ്സിൽ ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ രജിസ്റ്റേർഡ് ചെയ്ത് ലഭിക്കും, അതായത് രജിസ്ട്രേഷൻ കിട്ടും. അപ്പം ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും മറ്റു പർട്ടിക്കുലേഴ്സും ഉൾപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓണറിന് ഇഷ്യൂ ചെയ്യും. അതായത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഉൽപ്പാദന ശേഷിയും മറ്റു വിശദാംശങ്ങളും അടങ്ങിയ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർക്ക് കിട്ടും? ഓണറിന്
നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉറപ്പുവരുത്തുന്നതിനാൽ സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നാണ് ഈ താഴെ പറയുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താ the productive or installed capacity as specified in the application. അതായത് ആപ്ലിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുള്ള പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയെ പരിഗണിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ the level of production immediately before the date on which the application for registration was made. അതായത് പറയുന്നത് രജിസ്ട്രേഷന് ആപ്ലിക്കേഷൻ നൽകിയ ഡേറ്റിന് തൊട്ട് മുന്നുള്ള ലെവൽ ഓഫ് പ്രൊഡക്ഷൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്ത തേർഡ്, the level of the biggest annual production during the 3 years immediately preceding the introduction of an amendment bill to this act in 1973. അതായത് അതൊരു ഫാക്ടറാണ്. നോക്കട്ടെ, 1973 ആക്റ്റിലൊരു അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിക്കുന്നു. ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള 3 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ആനുവൽ പ്രൊഡക്ഷൻ്റെ ലെവല് അവിടെ ഒരു ഫാക്ടറാണ്. അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉറപ്പുവരുത്തുന്നതിന് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പിന്നെ പരിഗണിക്കുന്ന ഒരു ഫാക്ടറാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത 4ാമത്തത്, the extent to which production during the set period was used for export. അതായത് ഈ പീരീഡിൽ പ്രൊഡക്ഷൻ്റെ എത്ര ഭാഗം എക്സ്പോർട്ടിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു ഫാക്ടറാണ്. പിന്നെ such other factors as may be considered relevant including the extent of the underutilization of capacity. അതേപോലെ തന്നെ റിലവൻ്റ് ആണെന്ന് കണക്കാക്കപ്പെടുന്ന മറ്റു ഫാക്ടേഴ്സും പരിഗണിക്കും. അതിൽ അണ്ടർ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റിയും ഉൾപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതെല്ലാമാണ് രജിസ്ട്രേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ അബോളിഷ്ഡ്. അതായത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നതോടുകൂടി നിലവിലുള്ള രജിസ്ട്രേഷൻ പദ്ധതികൾ നിർത്തലാക്കി. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ലൈസൻസിങ് ഓഫ് അണ്ടർടേക്കിങ്സ്. അപ്പം ഇവിടെ പറയുന്നത് ലൈസൻസിങ് എന്തിനൊക്കെ ആവശ്യമാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലൈസൻസിങ് ഈസ് റിക്വയർഡ് ഫോർ എസ്റ്റാബ്ലിഷിങ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. Licensing is required for establishing a new undertaking, for manufacturing new article by an existing undertaking, for effecting sustainable expansion by an existing unit, for changing location of an existing undertaking, and for carrying on issue by an existing undertaking. അതായത് ഇത്രയേ ഉള്ളൂ. എന്തിനൊക്കെ ലൈസൻസ് ഈസ് റിക്വയർഡ് ഫോർ എസ്റ്റാബ്ലിഷിങ് എന്തെല്ലാം? ഫോർ എസ്റ്റാബ്ലിഷിങ് ന്യൂ അണ്ടർടേക്കിംഗ്, അതായത് പുതിയൊരു സ്ഥാപനം സ്ഥാപിക്കുന്നതിന് എന്താണ് ലൈസൻസ് റിക്വയർഡാണ്. പിന്നെ നിലവിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പുതിയ ആർട്ടിക്കിൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതിനും ലൈസൻസ് ആവശ്യമാണ്. പിന്നെ എക്സിസ്റ്റിംഗ് യൂണിറ്റിൻ്റെ എക്സ്പാൻഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഇത് ആവശ്യമാണ്. ഫോർ ചേഞ്ചിങ് ലൊക്കേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അണ്ടർടേക്കിംഗ്, അതായത് നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ മാറ്റുന്നതിനും ലൈസൻസ് ആവശ്യമാണ്. പിന്നെ നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ലൈസൻസിങ് ആവശ്യമാണ്. അടുത്ത നമുക്ക് നോക്കാം ലൈസൻസിങ് ഓഫ് ന്യൂ അണ്ടർടേക്കിംഗ്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് പറയുന്നത്? Section 11 of the Act provides that no person or authority other than the central government shall establish after the commencement of this Act a new undertaking without a license issued by central government. A state government also needs a license to set up a new unit. അതായത് IDRA നിലവിൽ വന്നതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് ഒഴികെയുള്ള ഒരു പേഴ്സണോ അതോറിറ്റിക്കോ ലൈസൻസ് ഇല്ലാതെ അണ്ടർടേക്കിങ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു പുതിയ യൂണിറ്റ് തുടങ്ങാനായിട്ട് ലൈസൻസ് ആവശ്യമാണെന്നാണ് ലൈസൻസ് ഓഫ് ന്യൂ അണ്ടർടേക്കിങ്ങിൽ പറയുന്നത്. ഓക്കെ, അടുത്ത് ബി, പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ആർട്ടിക്കിൾ. അതായത് സെക്ഷൻ 11A പ്രൊവൈഡ് ദാറ്റ് നോ ഓണർ ഓഫ് ആൻ
പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ഒഴികെ സെക്ഷൻ 10 അനുസരിച്ച് ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഓണറിന് ഒരു ന്യൂ ആർട്ടിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് സെക്ഷൻ 11 അനുസരിച്ച് ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല. എന്താണ് അതെന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 10 ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സെക്ഷൻ 11 ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി അടുത്ത് ലൈസൻസ് ഓഫ് എഫക്റ്റിംഗ് സസ്റ്റൈനബിൾ എക്സ്പാൻഷൻ. അത് കഴിഞ്ഞിട്ട് എന്താണ് ലൈസൻസ് ഓഫ് ഷിഫ്റ്റിംഗ് ലൊക്കേഷൻ. അതെന്താ പറയണതെന്ന് നോക്കാം. അതായത് സെക്ഷൻ 13 അനുസരിച്ച് ലൈസൻസ് ലഭിക്കാത്ത ഒരു സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ പൂർണ്ണമായോ ഭാഗികമായോ മാറ്റാൻ ഓണറിന് കഴിയില്ല എന്നാണ് ലൈസൻസ് ഓഫ് ഷിഫ്റ്റിംഗ് ലൊക്കേഷനിൽ പറയുന്നത്. ഇനി അടുത്ത ഈയിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ലൈസൻസ് ടു ക്യാരി ഓൺ ബിസിനസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് ടു ക്യാരി ഓൺ ബിസിനസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലൈസൻസിങ്ങിൻ്റെ പ്രൊവിഷനിൽ ഗവൺമെൻറ് ചില ബിസിനസ് സ്ഥാപനത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇളവ് കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ആവശ്യമില്ല. പക്ഷേ എക്സംഷൻസ് കൊടുത്തിട്ടില്ലാത്തവർക്ക് എന്താണ് ലൈസൻസ് വേണം എന്നാണ് ലൈസൻസ് ടു ക്യാരി ഓൺ ബിസിനസ്സിൻ്റെ കാര്യം. അതായത് എക്സംഷൻസ് കൊടുത്തവർക്ക് ഇളവുണ്ട്, അതായത് ലൈസൻസ് വേണമെന്നില്ല. പക്ഷേ എക്സംഷൻസ് ഇല്ലാത്തവർക്ക് അവിടെ മസ്റ്റായിട്ടും അവർക്ക് ലൈസൻസിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലൈസൻസിങ് ഓഫ് അണ്ടർടേക്കിങ്സിൽ പറയുന്നത്. ഇനി അടുത്ത് ലൈസൻസിങ് എബോളിഷ്ഡ് ആണ് അടുത്ത് പറയുന്നത്. ലൈസൻസിങ് അബോളിഷ്ഡ് ആസ് പെർ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നമ്പർ 477 സബ്സെക്ഷൻ ഇ ഡേറ്റഡ് July 5, 1991 സെക്ഷൻ 1, 11A and 13 ഹാവ് ബീൻ മെയ്ഡ് ഇൻ ഓപ്പറേറ്റീവ്. അതായത് ജൂലൈ 5, 1991 ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നമ്പർ 477E അനുസരിച്ച് സെക്ഷൻ 1, 11A, 13 എന്നിവ പ്രവർത്തനക്ഷമമാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് അതിനകത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പ്രൊവിഷൻ എ ആണ്. അതായത് പ്രിവെൻറ്റീവ് പ്രൊവിഷൻസിലെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇൻവെസ്റ്റിഗേഷൻ. അപ്പം സെക്ഷൻ 15 അനുസരിച്ച് അപ്പം നമ്മളിവിടെ ഫിനിഷ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ്ങിൻ്റെ കാര്യമാണ് ഫിനിഷ് ചെയ്തത്. ഇനി അടുത്ത് പ്രിവെൻറ്റീവ് പ്രൊവിഷനിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇൻവെസ്റ്റിഗേഷൻ നോക്കാം. സെക്ഷൻ 15 അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു സ്ഥാപനത്തിനെയും അതിൻ്റെ പ്രവർത്തനത്തെയും കുറിച്ചറിയാൻ അധികാരമുണ്ട്. ഓക്കെ, സെക്ഷൻ 15 അനുസരിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി അറിയാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് റൈറ്റ് ഉണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഏതൊരു സ്ഥാപനത്തെക്കുറിച്ചും അപ്പോൾ അറിയുന്ന ഏതൊരു സ്ഥാപനത്തിനെ പറ്റിയും സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അപ്പം അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ നടത്താൻ പറ്റിയതായിട്ടുള്ള ഏതെല്ലാം സ്ഥാപനങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പർട്ടിക്കുലർ അണ്ടർടേക്കിങ്സിൻ്റെയോ ഇൻഡസ്ട്രിയുടെയോ ആർട്ടിക്കിൾസിലോ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾസിലോ അവരുടെ പ്രൊഡക്ഷനിൽ ഗണ്യമായ ഒരു കുറവ് കണ്ടാലായിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ടുള്ള കുറച്ച് പർട്ടിക്കുലർ ഏരിയാസാണ് ഇവിടെ പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുന്ന കുറച്ച് സ്ഥാപനത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ബി. അതായത് ബിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് വരികയെങ്കിലും അവിടെ ഒഴിവാക്കാൻ നിർത്തിയിരിക്കുകയാണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വന്നാലും അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്നാണ് ബിയിൽ പറയുന്നത്.
ഇനി അടുത്ത് സിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ആർട്ടിക്കിളിൻ്റെയോ അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ആർട്ടിക്കിളിൻ്റെയോ വിലയിലുണ്ടാവുന്ന ഒരു വർധനവ് അവിടെ ന്യായീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ, അവിടെ എന്താണ് അൺജസ്റ്റിഫയബിൾ ആണെങ്കിൽ അവിടെ എന്താണ് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ആർട്ടിക്കിളിൻ്റെയോ ക്ലാസ് ഓഫ് ആർട്ടിക്കിളിൻ്റെയോ വിലയിൽ ഉണ്ടാകുന്ന കുത്തനെയുള്ള ഒരു വർധനവ് പെട്ടെന്നുണ്ടായാൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ആ വർധനവ് എന്ന് പറയുന്നത് അൺജസ്റ്റിഫയബിൾ ആണെങ്കിൽ, ന്യായീകരിക്കാൻ പറ്റാത്തവയാണെങ്കിൽ അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേശീയ പ്രാധാന്യമുള്ള ഏതെങ്കിലും റിസോഴ്സിനെ സംരക്ഷിക്കേണ്ട ആവശ്യം വരുമ്പോൾ അത്തരം റിസോഴ്സ് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെ ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കാം. അതായത് റിസോഴ്സൊക്കെ നല്ല രീതിയിലാണോ യൂസ് ചെയ്യുന്നത്, അപ്പം അത് അങ്ങനെയാണോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഓക്കെ, അതാണ് ഡിയിൽ പറഞ്ഞത്. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. ഇയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റിനെയോ ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രിയോ ഹാനികരമായി ബാധിക്കുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് മെയിനായിട്ടും IDR ആക്ട് എന്തിനാണോ ഉള്ളതെന്നറിയാം. അപ്പം പബ്ലിക്കിനെ ബാധിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്തെങ്കിലും ഒരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത the purpose of investigation proves that action is desirable. The central government will take necessary action under section 16 of the act. Section 16 of the act provides that the central government may issue such direction to the industrial undertaking concerned as may be appropriate in the circumstance for all or any of the following purpose. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് സെക്ഷൻ 16 അനുസരിച്ച് ആക്ഷൻസ് നടപ്പിലാക്കാവുന്നതാണ്. അത്തരത്തിൽ ആക്ഷൻസ് നടപ്പിലാക്കുന്നത് എന്തെല്ലാം പർപ്പസിലാണ് എന്നാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, എന്താണെന്ന് നോക്കാം. എയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഏതെങ്കിലും ആർട്ടിക്കിൾ ഓർ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ നിയന്ത്രിക്കുകയോ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സ് ചെയ്യുകയോ ചെയ്താൽ അവിടെ എന്താണ് ആക്ഷൻ എടുക്കാം എന്നാണ് പറയുന്നത്. അതാണ് എയിൽ പറയുന്നത്. ഇനി അടുത്ത് ബി എന്താണെന്ന് നോക്കാം. കൺട്രോളിങ് ദ പ്രൈസ് ഓർ അതായത് ബിയിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. ആർട്ടിക്കിൾ ഓർ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾസിൻ്റെ പ്രൈസ് കൺട്രോൾ ചെയ്യുകയോ ഡിസ്ട്രിബ്യൂഷൻ നിയന്ത്രിക്കുകയോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആക്ഷൻ എടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്, ബിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ്റെ മാറ്ററാണ്. ഇനി അടുത്ത് നമ്മൾ മൂന്നാമതായിട്ട് പോകുന്നത് റിവെക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ലൈസൻസ്. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ് അറിയാലോ, പ്രൊവിഷൻസിലെ പ്രിവെൻറ്റീവ് പ്രൊവിഷനിലെ തേർഡ് വണ്ണാണ് റിവെക്കേഷൻ ഓഫ് ലൈസൻസ്, അതായത് റിവെക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ലൈസൻസ്, അതായത് തേർഡ് വൺ. അതിന് മുന്നേ നോക്കിയത് ഇൻവെസ്റ്റിഗേഷൻ, അതിന് മുന്നേ ഉള്ളത് എന്തായിരുന്നു രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ്. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തേതായിട്ടുള്ളത് ഏതാ, റിവെക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ലൈസൻസ്. അവിടെ എന്താ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ചെയ്താൽ IDR ആക്റ്റിലെ സെക്ഷൻ 10E അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇനി അടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ വാസ് ഒബ്റ്റെയിൻഡ് ബൈ മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ എസെൻഷ്യൽ ഫാക്ട്. അതായത് ഒരു എസെൻഷ്യൽ ഫാക്റ്റിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ലൈസൻസ് വാങ്ങിയതാണെങ്കിൽ, അതായത് ആവശ്യമായിട്ടുള്ള സാധനത്തിന് വേറൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ലൈസൻസ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ അവരുടെ ലൈസൻസ് റദ്ദാക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് എയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് ബി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആക്റ്റിൽ ഏതെങ്കിലും എക്സംഷൻ കാരണം ഏറ്റെടുക്കാൻ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ആക്റ്റിൽ ഏതെങ്കിലും എക്സംഷൻസ് കാരണം ഏറ്റെടുക്കൽ
രജിസ്റ്റർ ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ സിയിലെ രജിസ്ട്രേഷൻ ഹാസ് ബിക്കം യൂസ്ലെസ് ഓർ ഇൻഎഫക്റ്റീവ്, അതായത് രജിസ്ട്രേഷൻ ഓഫ് അല്ലെങ്കിൽ യൂസ്ലെസ് ഓർ ഇൻഎഫക്റ്റീവായി മാറിയാൽ അവിടെ എന്താണ് ലൈസൻസ് റദ്ദാക്കും എന്നാണ് പറയുന്നത്. ഇത്രയാണ് റിവൊക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ലൈസൻസിൽ പറയുന്നത്. ഇനി അതിലുള്ള ക്യൂറേറ്റീവ് സെക്ഷൻ ബി, അതായത് അപ്പം നമ്മൾ പ്രിവെൻറ്റീവ് പ്രൊവിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പ്രിവെൻറ്റീവ് പ്രൊവിഷനിൽ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അണ്ടർടേക്കിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, റിവൊക്കേഷൻ ഓഫ് ലൈസൻസ്. ഇത് 3 നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്യൂറേറ്റീവ് പ്രൊവിഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യൂറേറ്റീവ് പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. ക്യൂറേറ്റീവ് പ്രൊവിഷനിൽ വരുന്നതാണ് ഇൻക്ലൂഡിങ് ടേക്കിംഗ് ഓവർ മാനേജ്മെൻറ്റ് ഓർ കൺട്രോള്, പിന്നെ കൺട്രോൾ ഓഫ് സപ്ലൈ, പ്രൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമുക്ക് പവർ ടു ടേക്ക് ഓവർ മാനേജ്മെൻറ്റ് ഓർ കൺട്രോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, പവർ ടു ടേക്ക് ഓവർ മാനേജ്മെൻറ്റ് ഓർ കൺട്രോളിൽ പറയുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫൈഡ് ഓർഡർ ഉണ്ടെങ്കിൽ സെക്ഷൻ 18A അനുസരിച്ച് ഒരു വ്യക്തിയോ ഒരു പേഴ്സണെയോ ഒരു സ്ഥാപനത്തെയോ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിനോ കൺട്രോൾ ചെയ്യുന്നതിനോ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോട്ടിഫൈഡ് ഓർഡർ അനുസരിച്ച് സെക്ഷൻ 18A പറയുന്നത് ഒരു പേഴ്സണെയോ ഒരു സ്ഥാപനത്തിനെയോ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നതിനോ അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിനോ കൺട്രോൾ ചെയ്യുന്നതിനോ സാധിക്കും അണ്ടർ സെക്ഷൻ 18A പറയുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പം എന്താണ് മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും കൺട്രോൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് കൺട്രോൾ ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്ന് വെച്ചാൽ സെക്ഷൻ 16 ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് എന്തെങ്കിലും കാര്യത്തിൽ ഫെയിലായി പോയാൽ അവിടെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. അത് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ഇനിയത്തെ സെക്കൻഡിൽ എന്താ നോക്കാം. ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രിക്കോ പബ്ലിക് ഇൻട്രസ്റ്റിനോ ഹാനികരമാവുന്ന വിധത്തിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് പ്രവർത്തിച്ചാൽ അവിടെ എന്തോന്നാണ് മാനേജ്മെൻറ്റ് ഏറ്റെടുക്കും. ഇപ്പം മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്ന പീരീഡ് 5 year ആണ്. പിന്നെ വേണമെങ്കിൽ അവർക്ക് 2 year കൂടെ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 12 years അവർക്ക് എന്തോന്ന് ചെയ്യാം, അണ്ടർടേക്ക് ചെയ്യാം, ഏറ്റെടുക്കാം കേട്ടോ. അപ്പോൾ പവർ ടു മേക്ക് ഓവർ മാനേജ്മെൻറ്റ് ഓർ കൺട്രോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത പവർ ടു ടേക്ക് ഓവർ വിത്തൗട്ട് ഇൻവെസ്റ്റിഗേഷനാണ് അടുത്ത് നോക്കുന്നത്. ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ. സെക്ഷൻ 18A നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ നടത്തി അണ്ടർടേക്കിങ്സ് ഏറ്റെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അണ്ടർടേക്കിംഗ് ഏറ്റെടുക്കുന്ന കാര്യമാണ് സെക്ഷൻ 18A പറഞ്ഞത്. അപ്പം സെക്ഷൻ 18A ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ തന്നെ അണ്ടർടേക്കിങ്സിൽ ഏറ്റെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇൻ സം പർട്ടിക്കുലർ കേസ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഈസ് നെസസറി ടു പ്രിവെൻറ്റ് ദാറ്റ് സിറ്റുവേഷൻ. ചില പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ നെസസറി ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനത്തെ എന്തൊക്കെ സിറ്റുവേഷനൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് 3 months കുറയാത്ത അളവിൽ അവിടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഒന്നും വർക്ക് നടക്കാതെ 3 month കുറയാതെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് പിന്നെ എന്തോന്നാണ് വിത്തൗട്ട് ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ് അണ്ടർ സെക്ഷൻ 18A പറയുന്നത്. പിന്നെ അടുത്തത് പിന്നെ അണ്ടർടേക്കിങ്സിലെ ഫണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് അതിനെതിരെ ആക്ഷൻ എടുക്കും.
അവരുടെ ഫണ്ട് നല്ല രീതിയിലല്ല വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനും ഗവൺമെൻറ് അതിനെതിരെ ആക്ഷൻ എടുക്കും എന്നാണ്. പവർ ടു ടേക്ക് ഓവർ വിത്തൗട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ തന്നെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഫസ്റ്റ് പറഞ്ഞത് 3 മാസത്തിൽ കുറയാതെ ഇൻഡസ്ട്രി അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രി യൂണിറ്റ് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവരവിടെ ആക്ഷൻ എടുക്കും. പിന്നെ അണ്ടർടേക്കിങ്ങിലെ ഫണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിലും ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. അപ്പം പവർ ടു ടേക്ക് ഓവർ വിത്തൗട്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ തന്നെ അണ്ടർടേക്കിങ്സ് ഗവൺമെൻറ് ഏറ്റെടുക്കും. ഫോർ 5 ഇയർ ആണ്. 2 ഇയർ കൂടി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇനിയും പറ്റും. മാക്സിമം പീരീഡ് നേരത്തെ പറഞ്ഞതുപോലെ 12 ഇയേഴ്സാണ്. ഓക്കെ. അത് കഴിഞ്ഞ് പവർ ഓഫ് കൺട്രോൾ സപ്ലൈ ആൻഡ് പ്രൈസ് ഓഫ് സർട്ടൻ ആർട്ടിക്കിൾസ്. ഇതിപ്പോൾ പറയുന്നത് നമ്മൾ ഏതിലെയാണ്? ക്യൂറേറ്റീവ് പ്രൊവിഷനിലാണ് പറയുന്നത്. ക്യൂറേറ്റീവ് സെക്ഷനിലെ പവർ ഓഫ് കൺട്രോൾ സപ്ലൈ പ്രൈസ് ഓഫ് സർട്ടൻ ആർട്ടിക്കിൾസ് അതാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾസ് എന്നിവയുടെ പ്രൈസ്, അതായത് ഫെയർ പ്രൈസ് നിർണ്ണയിക്കുന്നതിനും അവയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇക്വിറ്റബിൾ ആക്കുന്നതിനും സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫൈഡ് ഓർഡർ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ. ഈ നോട്ടിഫൈഡ് ഓർഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. അത് ബാധിക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് നോട്ടിഫൈഡ് ഓർഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കൺട്രോളിംഗ് ബൈ പ്രൈസസ് അറ്റ് വിച്ച് എനി സച്ച് ആർട്ടിക്കിൾ ഓർ ക്ലാസ് ദെയർ ഓഫ് മെനി ബി ബോട്ട് ഓർ സോൾഡ്. എയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർട്ടിക്കിൾ അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽസ് ചെയ്യുമ്പോഴും അവയുടെ പ്രൈസ് കൺട്രോൾ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ ഒരു നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു പ്രൈസ് പറയാതെ അതിൻ്റേതായിട്ടുള്ള ആ നോട്ടിഫൈഡ് ഓർഡർ വെച്ചിട്ട് മാത്രമേ ആ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണം. ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസിനെ കൺട്രോളോ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണം. പിന്നെ ബിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവയെല്ലാം എന്ന് വെച്ചാൽ ലൈസൻസ്, പെർമിറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ട്, ഡിസ്പോസൽ, എക്വിസിഷൻ ഇവയെല്ലാം ആർട്ടിക്കിൾ ഓർ ക്ലാസ് ഓഫ് ആർട്ടിക്കിളിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ പെർമിറ്റ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ട്, അതെല്ലാം റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണമെന്നാണ് ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് സി എന്താണെന്ന് നോക്കാം. സെയിൽ പറഞ്ഞിരിക്കുന്നത്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കെപ്റ്റ് ചെയ്തേക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ആർട്ടിക്കിളിൻ്റെ സെയിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണം എന്നാണ് സിയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡി എന്താണെന്ന് നോക്കാം. ഡിയിൽ പറയുന്നത്, സ്റ്റോക്കിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, ഹോൾഡിംഗ് സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത ആർട്ടിക്കിൾസ് സ്റ്റോക്ക് ആയി ഹെൽഡ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ഓൾ ആയോ പാർട്ട്ലി ആയോ സെയിൽ ചെയ്യാൻ ഇന്നത്തെ സിറ്റുവേഷനിൽ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണം എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ആർട്ടിക്കിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ട്രേഡ്, കൊമേഴ്സ് എന്നീ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ ആർട്ടിക്കിൾ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി നിയന്ത്രിക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരാണ് എന്നാണ് ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ആർട്ടിക്കിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ, ട്രേഡ്, കൊമേഴ്സ് എന്നീ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്ത വ്യക്തികളുടെ ആർട്ടിക്കിൾ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി നിയന്ത്രിക്കുന്ന
അത് പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരാണെന്നാണ് ഇയിൽ പറഞ്ഞിരിക്കുന്നത്. എഫ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് കൊമേഴ്ഷ്യൽ ഓർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യുന്നതും ഈ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണമെന്നാണ്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് കൊമേഴ്ഷ്യൽ ഓർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യുന്നതും ഈ നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജി എന്ന് പറഞ്ഞാൽ ജിയിൽ കളക്ടിങ് എനി ഇൻഫർമേഷൻ ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് എ വ്യൂ ടു റെഗുലേറ്റ്. ജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേലെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളെ റെഗുലേറ്റ് ആൻഡ് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യുമ്പോൾ അതും നോട്ടിഫൈഡ് ഓർഡർ ഫോളോ ചെയ്തുകൊണ്ട് വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ബി സെക്ഷൻ പ്രൊവിഷൻസ്, ഇപ്പോൾ പ്രൊവിഷനിലെ പ്രിവെൻറ്റീവ് പ്രൊവിഷനും ക്യൂറേറ്റീവ് പ്രൊവിഷനും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് ക്രിയേറ്റീവ് പ്രൊവിഷനാണ് അടുത്തത് വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ ഈ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നതിൽ അതിലാവശ്യമായ വ്യക്തികൾ ആരൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് ചൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് പേഴ്സൺ കേപ്പബിൾ ഓഫ് റെപ്രസെൻറ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അറിയുന്ന അതിൽ ഒരാളെ ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം. അതായത് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് അറിയുന്ന ഇതായിട്ട് അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം. പിന്നെ പേഴ്സൺ കേപ്പബിൾ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പേഴ്സൺസ് എംപ്ലോയർ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് അതിനെ പറ്റിയിട്ട് അത് എംപ്ലോയീസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ വേണം. പിന്നെ ടെക്നിക്കൽ ഓർ അതർ ആസ്പെക്ട്സിനെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള നോളജ് ഉള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം. പിന്നെ പേഴ്സൺ നോട്ട് ബിലോങ് ടു എനി അഫോർസൈഡ് കാറ്റഗറീസ്. പിന്നെ കേപ്പബിൾ ഓഫ് റെപ്രസെൻറ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ വേണം. അതായത് ഓണേഴ്സിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ വേണം, എംപ്ലോയിയിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ വേണം, ടെക്നിക്കൽ ആൻഡ് അതർ ആസ്പെക്ട്സിനെ പറ്റി നല്ല രീതിയിൽ നോളജ് ഉള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ ആവശ്യമാണ്. പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അറിയുന്ന, അപ്പം നല്ല രീതിയിൽ അറിയുന്ന, അതിൽ കൺസ്യൂമറിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് ഒരാളുടെ ആവശ്യം അവിടെ. ഇതെല്ലാമാണ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ് ഉൾപ്പെടുത്തേണ്ട വ്യക്തികൾ ഇവരെല്ലാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ്. അപ്പം നമ്മൾ പ്രൊവിഷൻസിലെ പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ്, ക്രിയേറ്റീവ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എക്സംഷൻസ്, IDRAയിലെ എക്സംഷൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ പ്രൊവിഷൻസ്, പ്രിവെൻറ്റീവ്, അതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. പ്രിവെൻറ്റീവ് പ്രൊവിഷൻസ് ഉണ്ട്, ക്യൂറേറ്റീവ് പ്രൊവിഷനുണ്ട്, ക്രിയേറ്റീവ് പ്രൊവിഷൻ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അറ്റ് ലാസ്റ്റ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 9 അനുസരിച്ച് ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഗുഡ്സിന് റേറ്റ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഗുഡിൻ്റെ വാല്യൂ 2% കൂടുകയില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ലാൻഡ് റവന്യൂവിൻ്റെ അതേ രീതിയിൽ സെസ് വീണ്ടെടുക്കാം. സെസ് കളക്ട് ചെയ്ത ശേഷം അത് ഡെവലപ്മെൻറ്റ് കൗൺസിലിങ്ങിന് കൈമാറും. ഈ എമൗണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്ന 4 പോയിൻ്റ്. ഓക്കെ, അതായത് ലാൻഡ് റവന്യൂവിൻ്റെ അതേ രീതിയിലാണ് ഇവിടെ സെസ് വീണ്ടെടുക്കുക. സെസ് കളക്ട് ചെയ്ത ശേഷം അത് ഡെവലപ്മെൻറ്റ് കൗൺസിലിങ്ങിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എമൗണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. യൂട്ടിലൈസ് ദ സെറ്റ് പ്രോസസ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ്. അതിനകത്ത് എയിൽ എന്താ പറയണതെന്ന് വെച്ചാൽ
പ്രൊമോട്ട് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഡിസൈൻ ആൻഡ് ക്വാളിറ്റി. അപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് എന്തോന്നിനാണ്, പ്രൊമോട്ട് ഡിസൈനും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട്, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് സെസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് നമുക്ക് എന്തോന്ന് ഡിസൈനും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പ്രൊവൈഡ് ഫോർ ട്രെയിനിങ് ഓഫ് ദ ടെക്നീഷ്യൻസിനും ലേബേഴ്സിനും നല്ല ട്രെയിനിങ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അവിടെ വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ എന്തോന്ന് പ്രൊമോട്ട് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, സയൻറ്റിഫിക്കും ഇൻഡസ്ട്രിയൽ റിസർച്ചും നടത്തുന്നതിന് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് കൈമാറിയ ഈ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ്സിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇന്ന് IDRA എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സംഷൻസ് പറഞ്ഞു, കുറച്ച് എക്സംഷൻസ് കേസസ് പറഞ്ഞു. പിന്നെ പ്രൊവിഷൻസ് 3 ടൈപ്പ് പ്രൊവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രിവെൻറ്റീവ് പ്രൊവിഷൻ, ക്യൂറേറ്റീവ് പ്രൊവിഷൻ ആൻഡ് ക്രിയേറ്റീവ് പ്രൊവിഷൻ. പിന്നെ ലാസ്റ്റ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ്. ഇത്രയാണ് എൻ്റെ പോർഷൻ. താങ്ക് യു.